ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പത്താണ്. കമ്പത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. മുന്തിരിപ്പാടം അല്ലെ, മുന്തിരിപ്പാടം പൂത്ത് നിൽക്കട. സമയം 8 മണി. അപ്പോൾ പ്രതീക്ഷയോടെ ആണ് വന്നത്. കാരണം വെച്ചാൽ പലരും പറഞ്ഞു ഇതിൻ്റെ സീസൺ കഴിഞ്ഞു, വെറുതെ പോകണ്ട. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇന്നലെ പോന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. MSR എന്ന് പറയുന്ന ഗ്രേപ്പിൻ്റെ ഫീൽഡാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ഇവിടെ വന്നാലും നമുക്ക് ഈ മുന്തിരികൾ കാണാനായിട്ട് പറ്റും. കാരണം ഇവർ ഓരോ സ്റ്റേജസ്, വേറെ വേറെ ഘട്ടങ്ങളിലൂടെയാണ് ഇവർ എന്താ പറയുക കൃഷി ചെയ്യണത്. എല്ലാം ഒരേ സമയമല്ല. അപ്പോൾ ചിലത് പച്ച മുന്തിരിയായിരിക്കും, ചിലത് ഇങ്ങനെ പാകമായി വരുന്നത്, ചിലത് പഴുത്ത് നിൽക്കുന്നത്. ഇതൊക്കെ ഇപ്പം എൻ്റെ ബാക്കിലൊക്കെ നിൽക്കുന്നത് ശരിക്കും പഴുത്ത് എന്താ പറയുക വിളവെടുപ്പിന് പാകമായതാണ്. നമുക്ക് ഇവിടെ നിന്ന് മുന്തിരി വാങ്ങാൻ പറ്റും. ഞാൻ റേറ്റ് ചോദിച്ചിട്ടില്ല. ചേട്ടാ, എനിക്ക് ഒരു പെട്ടി മുന്തിരി അധികമൊന്നുമില്ല, ഒരു പെട്ടി. കാരണം ഇത് കാത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, എല്ലാവരും കണ്ടോളൂ. ഒരു തരം ഡയറക്റ്റ് കഴിക്കാൻ ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല മധുര, നല്ല ടേസ്റ്റ് ആണ്. വൈചേട്ടന് ഉയരമുള്ള കാരണം തല കുരിഞ്ഞ നടക്കണം. ഇത് വെള്ളം ഡ്രോപ്പ് ചെയ്യാനായിട്ട് സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞുള്ള സാധനം കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വെള്ളം എനിക്ക് വന്നുകൊണ്ടിരിക്കും. വെയിലും ഉണ്ട്, അന്നാ തണവും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ലേ വൈചേട്ടാ? വൈചേട്ടൻ്റെ സംസാരം നിങ്ങൾ കേട്ടില്ലേ? കാരണം വെച്ചാൽ ആൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായപ്പോൾ പതിയെ വായിൽ നിന്ന് സ്വരം പുറത്തേക്ക് വന്നു. അപ്പോൾ ഇത് പുതിയ മുന്തിരി കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നില ഒരുക്കുന്നത്. ഇവിടെ കുറേ ചേട്ടന്മാർ അതിൻ്റെ പണിയിലാണ്. കണ്ടോ? കേരളാവ് തൃശ്ശൂര്, ഗുരുവായൂര് അറിയോ? ഗുരുവായൂരപ്പ. അമ്മ പേര് മഹേശ്വരി. സുരുളിപ്പെട്ടി. അമ്മ എനിക്ക് എന്താ പറയാ, മുന്തിരി നമ്മുടെ വീട്ടിലൊരു അമ്മയുടെ പോലെ തോന്നുക കേട്ടോ. നല്ലൊരു ക്യൂട്ടമ്മ. കണ്ട ഇതെങ്ങനെ പൊട്ടിക്കണേന്ന് കണ്ട ഇതിന്റെ അമ്മ. ഇതെങ്ങനെയാ? ഇതാണ് ഇതിന്റെ. നോക്കി, നമ്മുടെ സാധാ കത്രിക അല്ല കേട്ടോ, ഇത് പ്രത്യേകതരം കത്രിക. ഓക്കെ, ഇത് ഇങ്ങനെ പിടിച്ച് പുതിയ ഒരു കട്ടർ വന്നിട്ടുണ്ട്. മുന്തിരി കട്ടെടുക്കുന്ന ഒരാള് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ നല്ല മധുര കേട്ടോ, ഒരു പുളിയോ ഒന്നുമില്ല. നമുക്ക് കഴിക്കാം, നല്ല മധുരം ഉണ്ടോ. ഇതാണ് കേട്ടോ വേറെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന മുന്തിരി കണ്ടോ. ഈ ഒരു സെറ്റ് മൊത്തം ഇങ്ങനെ പച്ച കളറുള്ള മുന്തിരിയാണ്. തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. ഇവിടെ ഒരാള് ആരും അറിയാതെ ഇരുന്നിട്ട് മുന്തിരി ജ്യൂസ് കുടിക്കുക. എങ്ങനെയുണ്ട്? ഇവരുടെ തന്നെ ഷോപ്പുകളാണ് കേട്ടോ ഈ കാണുന്ന. ഇത് സ്പൈസസിൻ്റെ, ചോക്ലേറ്റ്സിൻ്റെ, അതുപോലെ തന്നെ ഇവരുടെ ജ്യൂസ്, ഗ്രേപ്സിൻ്റെ ഇതൊക്കെ കിട്ടുന്നത്. കൂടുതലും അതന്നെ ഭജന പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കൂടുതലും. അതുകൊണ്ട് കൂടുതലും കണ്ടില്ലേ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ
മുന്തിരിയുടെ സ്ക്വാഷ്, അതുപോലെ തന്നെ ജ്യൂസ്, വൈനൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഇങ്ങനെ ബെഞ്ചിലിരുന്നിട്ട് വെറൈറ്റി ലെവല, റൊമാൻറ്റിക് ആണ് അല്ലേ വെച്ചിട്ടാ. ബൈചേട്ടാ മിണ്ടണില്ല എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നല്ല പരാതി ഉണ്ട് കേട്ടോ. ഒന്ന് സംസാരിച്ചേ. മുന്തിരിപ്പാടാണ്, മുന്തിരിപ്പാടം നിർബന്ധിക്കണം. മുന്തിരികളുടെ പാടാണ്, ഏക്കർ കണക്കിന് മുന്തിരി. ശരിക്കും വരാത്തവരൊക്കെ വരണം കേട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട്. കാരണം ഇതെന്താ പറയാ, നല്ലൊരു കാഴ്ച. കാരണം നമ്മളും പലരൊന്നും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ പോവും, മുന്തിരി മേടിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതെന്താ പറയുക, ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് കണ്ടെന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, കണ്ടറിയണം. അതൊന്നും മറ്റൊരാൾ വർണ്ണിച്ചാൽ ശരിയാവില്ല. അതുപോലെയാണ് ഇത്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കും. ചില സിനിമകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ, അല്ലേ? നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ പണ്ടത്തെ സിനിമകളിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമുക്ക് ഇവിടെ പാർത്താലോ എന്ന് ആലോചിക്കുക. ഇവിടെ ഒത്തിരി ജോലിക്കാരുണ്ട്. അവർ പ്രത്യേകമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അതായത് മുന്തിരി അങ്ങനെ പൊട്ടിക്കുക, അങ്ങനെ ചെയ്യരുത്. അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി ഇത് കാണാനായിട്ട്. കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കൊല്ലം തേനി ഹൈവേ, അതിൽ കമ്പം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അവിടെയാണ് കേട്ടോ അത്. അതിൽ MSR എന്ന് പറയും. ഇവിടെ ഒരുപാട് മുന്തിരിപ്പാടങ്ങളുണ്ട്. കൂടുതലും ലീഡ് ചെയ്യുന്ന ഒരു പാടമാണ്. കാരണം വെച്ചാൽ ഇവിടെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സീസണിൽ വന്നാലും നമുക്കിവിടെ മുന്തിരി കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ക്ലൈമറ്റും ഉണ്ട്, നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ട്. എനിക്ക് ജ്യൂസ് മേടിച്ചായിരുന്നു കേട്ടോ. അത് നല്ല മുന്തിരി എന്താ പറയാ, ഫ്രഷ് ജ്യൂസ്. നേരം വെളുക്കുമ്പോ തന്നെ മുന്തിരി മേടിക്കാൻ പറ്റൂടാ. എത്ര ഒരു കൊട്ട? ഒരെണ്ണായിട്ട് മുന്തിരി ഒരെണ്ണം ഇവിടെ നിർത്താം. പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ കേട്ടോ ഫൈൻ. തൊട്ട് കഴിഞ്ഞാൽ തൊടാം. ചില നമുക്ക് ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെയൊക്കെ തൊടാം. തൊട്ടേ തൊട്ടേ എന്ന് പറയും. പക്ഷെ നോട്ട് പ്ലക്കിങ്. അതിന് അവരുടെ നിർദ്ദേശം തന്നെ വേണം. എല്ലാവരും, ചുറ്റുമുള്ള എല്ലാവരും ഇവരെ ക്യാമറ കണ്ണുകള് എല്ലാവരുടെ ഇത് അങ്ങോട്ടാ. കാരണം ഇങ്ങനെ പകർത്തുകയാണ് എല്ലാവരും. കാരണം ജീവിതത്തിലെ ഒരു നല്ലൊരു മൊമെന്റ് അല്ലേ. ഇപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നോക്കിയേ, ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ മുന്തിരി ഉണ്ടായി നിൽക്കുകയാണ്. താഴെ മുന്തിരി. ഇതൊക്കെ പാകമായ മുന്തിരികൾ, ആ ഒരു സെക്ഷൻ. പക്ഷെ ഇവിടെ നമ്മൾ മുന്തിരിയുടെ റേറ്റ് ചോദിച്ചപ്പോൾ എത്ര പറഞ്ഞ ബൈജേട്ടാ? ഭയങ്കര വില കൂടുതലാണ്. കിലോയ്ക്ക് 150 അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെയും ഫാമുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ റേറ്റ് ആയിരിക്കും. 150 രൂപയ്ക്ക് നമുക്കതൊരു മുതലാവില്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് കിട്ടുവാണെങ്കിൽ മേടിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്ര വലിയ റേറ്റിന് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടില്ലേ. ഓക്കെ. നല്ല കറുത്ത് തുടുത്ത് നിൽക്കുന്ന മുന്തിരി. ഇതൊന്നും കൂടി ഭാഗമായതാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കമ്പം മുന്തിരിപ്പാടത്തിന്റെ യാത്ര ഇതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക, തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുടെ
മറ്റൊരു വിഷയമായിട്ട് വരാം. ബൈ അതുവരേക്കും ബൈ. ബൈ ബൈ.